നമുക്ക് കോട്ട മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 1780 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഇതിനകത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കും ചെയ്ത് വന്നിട്ടുണ്ട്. കോട്ട മെറ്റീരിയലാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ. സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു സീ ഗ്രീൻ ഷെയ്ഡിൽ ഇതേപോലെ ബോഡിയിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സാരി നമ്പർ 1 ആണിത്. അപ്പോൾ എല്ലാ സാരിക്കും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറും കൂടെ ഇടണം കേട്ടോ, സ്ക്രീൻഷോട്ട് ഇടുന്ന കൂട്ടത്തിൽ. ഇങ്ങനെയാണ് ആ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. അതിങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട്. സീ ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡല്ല, ഒരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ടോണിൽ വന്നിരിക്കുന്ന സാരീസ്. ഇതേപോലെയാണ് അതിനകത്ത് എംബ്രോയിഡറി വർക്ക്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതാണ് ബ്ലൗസ് വരുന്ന, സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് ആ ഒരു വർക്ക് വരുന്നത്. സാധാരണ നമുക്ക് സാരീസിൽ വരുന്ന പോലെ. ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ, ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ഉടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. ലൈറ്റ് വെയ്റ്റ് സാരീസ് ഇഷ്ടപ്പെടുന്നവർക്കും വാഷ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളവർക്കും ഒക്കെ നല്ല സാരീസാണ്. ഇത് നമുക്കൊരു റെഗുലർ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല സാരീസാണ്. 1780 സീ ഗ്രീൻ ഷെയ്ഡ്. അടുത്തത് വന്നിരിക്കുന്നത് സാരി നമ്പർ 2. ഇതൊരു പീച്ച് ടോണിലേക്ക് വരുന്ന ഒരു കളറ്. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ ആണ്, സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. ഇതേപോലെയാണ് ഇതിനകത്ത് എംബ്രോയിഡറി വർക്ക് വരുന്നത്. 1780 സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന കളറാട്ടോ, ഒരു ബ്ലൂയിഷ് ടോൺ. സാരി നമ്പർ 3. സാരി നമ്പർ 3 അത് ഈ ഒരു ഡിസൈൻ അല്പം ഡിഫറെൻ്റ് ആണ്. ഇത് ഇതേപോലെ ആട്ടോ ഡിസൈൻ വന്നിരിക്കുന്ന സാരി നമ്പർ 3. അടുത്തതെല്ലാം ഒരു ഡിസൈൻ തന്നെയാണ്. സാരി നമ്പർ 4. ഇതൊക്കെ നമ്മൾ ആദ്യം കാണിച്ച അതേ ഡിസൈൻ തന്നെ. ഇതൊരു ബേജ് ടോൺ. സാരി നമ്പർ 4 ബേജിൻ്റെ ഒരു ടോൺ. എല്ലാം സെയിം എംബ്രോയിഡറി. സാരി നമ്പർ 4 ഒന്ന് മടക്കിയിട്ട് ഇവിടെ വെച്ചോട്ടോ. സാരി നമ്പർ 5 വരുമ്പോൾ കണ്ടോ, നല്ല ഈ പിങ്കിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡാട്ടോ. ഇതിങ്ങനെ ഭയങ്കര തെളിഞ്ഞ പിങ്കും അല്ല, ഒരു ഡസ്റ്റി പിങ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന സാരിയാണ്. സാരി നമ്പർ 5 പിങ്ക്. ഭയങ്കര തെളിഞ്ഞ് നിൽക്കുന്ന ഒരു പിങ്കില്ല, അങ്ങനത്തെ പിങ്ക് അല്ല കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്കാണ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോഴും ഇത് കണ്ടോ, ഒരു ബേജും ഗ്രേയും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. 4 തന്നേടെ. ഇത് സാരി നമ്പർ 4. ഇതാണ് ഞാൻ ബേജ് എന്ന് പറഞ്ഞത്. ഈ കളർ കണ്ടോ, ഇത് അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോൺ. ഇങ്ങനെയാണ് ആ രണ്ട് കളറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. മനസ്സിലായില്ലേ? സാരി നമ്പർ 6 നല്ലൊരു ഷെയ്ഡാട്ടോ. ഇതൊക്കെ നല്ല റെയർ ആയിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ഷെയ്ഡ്. സാരി നമ്പർ 7 വരുമ്പോൾ ആ 7 ആ പിങ്ക് ഒന്ന് വന്നേ. സാരി നമ്പർ 7 വരുമ്പോൾ എഗെയിൻ ഒരു പിങ്ക് ഷെയ്ഡ്. അപ്പം ഞാൻ ആദ്യം ഒരു പിങ്ക് കാണിച്ചില്ലേ, ഒരു ഡസ്റ്റി ടോണിലേക്ക് വരുന്ന പിങ്ക് എന്ന് പറഞ്ഞാൽ അത് ഇതാണ് കണ്ടോ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതൊരു ബേബി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഇത് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡസ്റ്റി ടോണിലേക്ക് വരുന്ന ഷെയ്ഡ്. സാരി നമ്പർ 7. ഇതിൻ്റെ ഡിസൈൻ നമ്മൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ആദ്യം കാണിച്ചതിൽ നിന്നും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.